കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ചവറ ബ്ലോക്ക് സമ്മേളനം നടത്തി. സാംസ്കാരിക സമ്മേളനം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് KSPSന്റെ ചവറ ബ്ലോക്ക് സമ്മേളനമാണ് സംഘടിപ്പിച്ചത്. ശങ്കരമംഗലം സുകുമാർജി സ്മൃതി മന്ദിരത്തിലെ N വിശ്വനാഥൻ നായർ നഗറിലാണ് സമ്മേളനം നടത്തിയത്. KSPS കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് T ശാന്തകുമാരി അമ്മ ഉദ്ഘാടനം ചെയ്തു. S രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. P ഗണേശൻപിള്ള അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. K വേണുഗോപാലക്കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ക്യാബിനറ്റ് ഡിസിഷന് ഒരു പ്രത്യേകതയുണ്ട്. 24 മണിക്കൂറിനകം അത് ഉത്തരവാക്കണമെന്നാണ്. ഞങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുന്ന ഒരു കൊച്ചുപൊടി കഴിവുണ്ട്. ഈ ടൈപ്പിംഗ് ഒത്തിരി ഉണ്ടാകുമ്പോൾ എന്തോന്നറിയോ, ഒരു 10-15 ഉത്തരവ് ഉണ്ടാക്കണമെങ്കിൽ ഈ എല്ലാത്തിൻ്റെയും കൂടെ ഓഫീസ് സെക്ഷനിൽ കൊണ്ടുപോയി നമ്പർ ഇടിക്കും. ആ ക്യാബിനറ്റ് ഡിസിഷന്റെ ദിവസത്തെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെയോ ഡേറ്റ് വെച്ച് ജിയോയുടെ നമ്പർ ഇടിക്കും. എന്നിട്ട് അത് ക്രമേണ 1-2-3 ദിവസം എടുത്തിട്ട് പ്രിന്റ് ചെയ്തൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ 28-ാം തീയതി ചേർന്ന ക്യാബിനറ്റിലെ ഡിസിഷൻ അനുസരിച്ചുള്ള ഓർഡർ ഇറങ്ങിയപ്പോൾ 30-ാം തീയതിയായി. അതൊരു തെറ്റാണ്. 29-ാം തീയതി തന്നെ ഇറങ്ങണമായിരുന്നു. പക്ഷെ 30-ാം തീയതി ഇറങ്ങിയത് നിങ്ങൾക്കറിയാം. GOP 135 പവർ ഫൈനാൻസ് 2022 30/10/2025 30/10 ഈ ഉത്തരവ് ഇറങ്ങിയത്. 30/10 ഇറങ്ങിയ ഈ ഉത്തരവ് ആണ് പറയുന്നത് നമുക്ക് 4% DA അനുവദിച്ചിരിക്കുന്നു എന്ന് തൊട്ട് നവംബറിലെ ശമ്പളത്തിൽ, ഒക്ടോബറിലെ ശമ്പളത്തിലും നവംബറിലെ പെൻഷനിലും. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ 34% മാസത്തെ നമുക്ക് പോയി. പക്ഷേ ആ ജിയോ ഇറങ്ങിയപ്പോൾ പ്രധാനപ്പെട്ട കുഴപ്പമാണ് ഞാൻ പറയാൻ പോകുന്നത്. ക്യാബിനറ്റ് ഡിസിഷനിൽ 2023 ജനുവരി 1 തൊട്ടുള്ള DA അല്ലെങ്കിൽ DR കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തതിന് ശേഷം അത് ഉത്തരവായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 2023 ജനുവരി 1 തൊട്ടില്ല, 2025 നവംബർ മാസം തൊട്ടേ ഉള്ളൂ. അങ്ങനെ ഒരിക്കലും ഒരു ഉത്തരവ് ഇറക്കാൻ പറ്റത്തില്ല. സുരേന്ദ്രൻ നായർ, P രാജൻ കല്ലേക്കുളം, A സജിക്കുട്ടൻ, KS ശ്യാം, D ശരവണൻ, V ചന്ദ്രശേഖരപിള്ള, C ജയകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.